ഗൗതം നിക്ക്. ഗൗതം, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ആരെയും തെറ്റുകാരായി കാണരുത് ഗൗതം. നിനക്ക് എത്ര കണ്ടാലും കൊണ്ടാലും മനസ്സാവില്ല നിധി. അതിനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയതെന്താ? അവരിന്ന് ഗൂഢാലോചന നടത്താൻ വന്നിരിക്കുന്നത് ആരുടെയൊക്കെ കൂടിയാണെന്ന് നീയും കണ്ടതല്ലേ? ഒരാള് എന്നെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചവൻ, ഒരാള് എന്നെ പച്ചയ്ക്ക് തിന്നാൻ നടക്കുന്നവൻ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. അവരെന്നെ മോനാണെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നതൊക്കെ വെറുതെയായിരുന്നു. ഞാൻ അനാഥനാണെന്ന് അറിഞ്ഞ ഉടനെ എന്നെ കൊന്നു ഒഴിവാക്കാൻ നോക്കാണ് അവര്. എന്താ ഇത്? ഗൗതം ആരാണെന്നും എന്താണെന്നും വസുന്ധര ആന്റിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനു കൊല്ലാൻ നോക്കണം? ഇതാണ് നിന്റെ തലയിൽ ആൾ താമസില്ലാന്ന് ഞാൻ പറഞ്ഞത്. അല്ല, നിന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലുള്ളവർക്കെല്ലാം എന്നെ പറ്റിയുള്ള രഹസ്യങ്ങൾ നേരത്തെ അറിയാവുന്നതല്ലേ എന്ന് ഞാനും ഇടയ്ക്കൊന്ന് ആശ്വസിച്ചു പോയതാ. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് ഞാൻ അറിഞ്ഞോ? എന്തുള്ളിലിരിപ്പ്? ഞാൻ അനാഥനാണെന്ന് നേരത്തെ അമ്മയ്ക്കും അച്ഛനും വസുന്ധരാമ്മയ്ക്കും ഒക്കെ അറിയായിരുന്നു. പക്ഷേ അന്നത് നാട്ടുകാർക്ക് അറിയില്ല എന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് മുന്നിൽ സ്വന്തം മകനായിട്ട് അവരെന്നെ കൊണ്ടു നടന്നു. പക്ഷേ ഇപ്പൊ കഥ മാറി. എല്ലാവരും അറിഞ്ഞു. നാളെ പുറത്തിറങ്ങുമ്പോൾ നാട്ടുകാർ പിടിച്ചു നിർത്തി ചോദിക്കും, എന്താ വസുന്ധരയെ സ്വന്തം മകനെന്ന് പറഞ്ഞു കൊണ്ടു നടന്നത് ഒരു അനാഥ സന്തതിയായിരുന്നു എന്ന്. അതിനെ അവർ ഭയപ്പെടുന്നുണ്ടെന്നേ. ശരിക്കും ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയപ്പോ കരഞ്ഞതും നിലവിളിച്ചതും ഒക്കെ അവരുടെ വെറും അഭിനയമല്ലായിരുന്നോ? ഉള്ളിന്റെ ഉള്ളിൽ അവർ ചിരിക്കുമായിരുന്നെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാൻ അമ്മയെന്ന് വിളിച്ച ആ സ്ത്രീ വലിയ അഭിമാനിയാ. അവരുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. കൊല്ലും, ഇല്ലാതാക്കും. അതിനുവേണ്ടി തന്നെയാണ് അവര് CKC കാണാൻ വന്നത്. വസുന്ധര ഇൻഡസ്ട്രീസിന്റെ മുഴുവൻ ചെയർമാൻ പദവി എഴുതി കടലാസാക്കി കൊണ്ടുവന്ന് ഒരു ഷോ കാണിച്ചായിരുന്നല്ലോ. അന്നും ഞാൻ പറഞ്ഞു അത് അഭിനയമാണെന്ന്. വിശ്വസിച്ചോ നീ? ഇല്ലല്ലോ. ഇനിയെങ്കിലും വിശ്വസിക്കാൻ നോക്ക്. സത്യം എന്താണെന്ന് ബോധ്യപ്പെടാൻ നോക്ക്. ശരി, ഗൗതം ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്കോ? ഏത് വീട്ടിലേക്ക്? ഞാനങ്ങോട്ട് വരുന്നില്ല. ഗൗതം, ഗൗതം നിക്ക്. ഇതെങ്ങോട്ടേ പോകുന്നേ? എങ്ങോട്ടെങ്കിലും പോവും. എന്തായാലും ഈശ്വരമംഗലത്തേക്കല്ല. നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ തിരിച്ച് ഈശ്വരമംഗലത്തേക്ക് പോവാം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ. സമ്മതമാണെങ്കിൽ മാത്രം വാ. ഇനി ആ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നമേ അല്ലേ നിധി എന്റെ ജീവിതത്തിൽ. ഓക്കെ, സമ്മതിച്ചു. ഇനി ആ വീട്ടിൽ താമസിക്കണ്ട. പക്ഷേ നമുക്കിപ്പോ അവിടേക്ക് തിരിച്ചു പോയേ പറ്റൂ ഗൗതം. എന്തിന്? ആരെ കാണാൻ? ആരുടെ സ്നേഹം അനുഭവിക്കാനാ ഞാൻ ആ വീട്ടിലേക്ക് വരേണ്ടത്? ഗൗതമിന്റെ പാറുവമ്മ ആ വീട്ടിലല്ലേ ഗൗതം ഉള്ളത്. ആ അമ്മയുടെ സ്നേഹവും അഭിനയമാണെന്ന് പറയാൻ ഗൗതമിന് പറ്റുമോ? ഗോപിയങ്ങള് ഗൗതമിന് തരുന്ന സ്നേഹം കള്ളമാണെന്ന് പറയാനാവോ ഗൗതമിന്? ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ നീ പറയുന്ന ഒക്കെ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ വസുന്ധര എന്ന സ്ത്രീ സ്നേഹിക്കുന്നു മാത്രം നീ പറഞ്ഞു പോരുത്. ഇല്ല, ഞാൻ ഇനി അങ്ങനെ പറയില്ല. എന്താ പോരെ? CKC പോലെ തന്നെ അവരും എന്റെ ശത്രുവാ. രണ്ടുപേരും എന്റെ ജീവൻ എടുക്കാൻ നടക്കുന്നവരുമാണ്. ഗൗതം, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഗൗതം പോകുന്നിടത്തേക്ക് ഞാനും കൂടെ വരാം. പക്ഷെ ഈ ഒരൊറ്റ തവണത്തേക്ക് ഗൗതം ഞാൻ പറയുന്നതൊന്ന് അനുസരിക്കണം. പ്ലീസ്, എന്റെ കൂടെ വാ. നമുക്കിപ്പോ ഈശ്വരമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോവാം. നിധി, വേണ്ട നിധി. വേണം. ഈ ഒരൊറ്റ തവണത്തേക്ക് എന്നെ ഒന്ന് അനുസരിക്ക് പ്ലീസ്. വാ ഗൗതം, ഒന്ന് വാ എന്റെ കൂടെ. ഇങ്ങോട്ട് വരാൻ വാ. കേറ്, വണ്ടി എടുക്ക. ഇനി എന്തായാലും ഈശ്വരമംഗലത്തെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ കാറ് പോലും ഉപയോഗിക്കേണ്ട കാര്യം എന്താ? വേണ്ട നിധി, ഇവിടുന്ന് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോ. അത് പറ്റില്ല. നമ്മൾ ഈശ്വരമംഗലത്തേക്ക് തന്നെ പോവും. അവിടെ ചെന്നിട്ടേ നമ്മൾ എന്തും തീരുമാനിക്കൂ. വണ്ടി എടുക്ക. കേറ് ഗൗതം. എത്ര വലിച്ചഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാലും
ഈ അട്ട ഇനി ഈശ്വരമംഗലത്ത് കിടക്കില്ല ശിവാനി.